നടിയെ ആക്രമിക്കപ്പെട്ട കേസിൽ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയ 6 പ്രതികൾക്കുള്ള ശിക്ഷ എന്താണ് എന്നറിയാൻ അല്പസമയത്തിന്റെ കാത്തിരിപ്പ് മാത്രമേ ഉള്ളൂ. 12 മിനിറ്റ് കഴിയുമ്പോഴേക്കും ശിക്ഷാവിധി പ്രഖ്യാപിച്ചു തുടങ്ങും. ഒന്നാം പ്രതി പൾസർ സുനി മുതൽ പിന്നീടുള്ള 5 പ്രതികൾക്ക് ഒരേ ശിക്ഷയാണോ ലഭിക്കാൻ പോകുന്നത്? ഒന്നാം പ്രതി പൾസർ സുനി, രണ്ടാം പ്രതി മാർട്ടിൻ ആന്റണി, മൂന്നാം പ്രതി മണികണ്ഠൻ, നാലാം പ്രതി വിജീഷ്, അഞ്ചാം പ്രതി വടിവാൾ സലീം, ആറാം പ്രതി പ്രദീപ് എന്നിവർക്ക് ഒരേ ശിക്ഷയാണോ ലഭിക്കാൻ പോകുന്നത്? അതോടൊപ്പം തന്നെ ഏത് സാഹചര്യത്തിലാണ് ദിലീപ് ഉൾപ്പെടെയുള്ള 4 പേരെ കുറ്റവിമുക്തരാക്കിയത് എന്നതുകൂടി വിധി പകർപ്പ് പുറത്തു വരുമ്പോൾ വ്യക്തമാകും. എസ് വിജയകുമാർ നമ്മളോടൊപ്പം ഉണ്ട് ഈ ചർച്ചയിൽ. വിജയകുമാർ, ഇന്ന് ഈ ഏതാണ്ട് 1.25 മണിക്കൂർ നീണ്ട ഈ വിധിക്ക് മുന്നോടിയായി നടന്ന വാദം കേട്ട സമയത്ത് പല കാര്യങ്ങൾ അവിടെ ചർച്ചയാകുകയുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമായിരുന്നു ഇതിലെ യഥാർത്ഥ കുറ്റവാളി മറഞ്ഞിരിക്കുകയാണ് ഇപ്പോഴും എന്ന പ്രോസിക്യൂഷന്റെ ഒരു വാദം. അതിനോടൊപ്പം തന്നെ ഇതിൽ അതിജീവിതയ്ക്കൊപ്പമാണ് സമൂഹം ഉള്ളത് എന്ന കാര്യം കോടതിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്ന ഭാഗവുമുണ്ട്. ഈ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരിക്കും കോടതി പരിഗണിച്ചിട്ടുണ്ടാവുക? കാരണം കൂടുതൽ വാദം പറയാനുള്ള വാദത്തിന് വേണ്ടി സമയം ചോദിച്ച ഘട്ടത്തിൽ സമയക്ലിപ്തതയുണ്ട്. കാരണം ഇന്ന് തന്നെ വിധി പറയാനുള്ളതാണെന്ന് കോടതി ഒരു ഇടപെടൽ നടത്തിയിട്ടുണ്ട്. മാത്രമല്ല ഈ കേസുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന മറ്റു വിവാദങ്ങളുടെ കാര്യത്തിൽ കുറെ കൂടി കർക്കശമായ സ്വരത്തിലായിരുന്നു കോടതി ചില പരാമർശങ്ങൾ നടത്തി ഇടപെടൽ നടത്തിയത്. എങ്ങനെയാണ് ഇന്നത്തെ മുഴുവൻ സംഭവങ്ങളെയും കാണേണ്ടത്? ഇക്കാര്യത്തിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു പ്രതിയുണ്ട് എന്നത് പ്രോസിക്യൂഷന്റെ വാദം. ആ വാദം പ്രോസിക്യൂഷൻ തുടർച്ചയായി ഉന്നയിക്കുന്നതാണ്. കാരണം അത് വിചാരണ കോടതിക്ക് മുൻപാകെ നൽകിയ കുറ്റപത്രത്തിൽ പ്രോസിക്യൂഷൻ സൂചിപ്പിച്ച ഗൂഢാലോചനയുടെ കേന്ദ്രമെന്നത് ദിലീപാണ്. ആ ദിലീപിനെ കുറ്റപത്രത്തിൽ നിന്ന് അല്ലെങ്കിൽ ഈ കുറ്റകൃത്യത്തിൽ നിന്ന് ഒഴിവാക്കുകയും കുറ്റവിമുക്തനാക്കുകയും ചെയ്ത ഒരു പ്രത്യേക പശ്ചാത്തലം നമ്മളുടെ മുന്നിലുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ പ്രോസിക്യൂഷന്റെ വാദം എന്നത് ഈ ഗൂഢാലോചനയിൽ പൾസർ സുനി ഉൾപ്പെടെയുള്ളവരെ കൊണ്ടുവരുന്നത് മറ്റൊരു കേന്ദ്രമാണ്. ആ കേന്ദ്രം ഏതാണ് എന്നത് കണ്ടെത്തേണ്ടതുണ്ട്. അതായത് ദിലീപ് അല്ല എങ്കിൽ മറ്റാര് എന്നതൊരു ചോദ്യമാണ്. അപ്പോഴാണ് കോടതിയും ആ വാദം അംഗീകരിക്കാതെ കോടതിയുടെ നിഗമനം അതിലേക്ക് സൂചിപ്പിക്കുകയും ചെയ്തത്. അപ്പോൾ അക്കാര്യത്തിൽ കോടതിയും പ്രോസിക്യൂഷനും തമ്മിൽ ആശയപരമായ ഒരു ഭിന്നതയുണ്ട്, ഒരു വിയോജിപ്പുണ്ട് എന്നത് പ്രോസിക്യൂഷന്റെയും കോടതിയുടെയും പരാമർശങ്ങളിൽ നിന്ന്, പ്രതികരണങ്ങളിൽ നിന്ന് തന്നെ വ്യക്തവുമാണ്. ആ വിയോജിപ്പ് അങ്ങനെ തന്നെ നിൽക്കുകയും ചെയ്യും. കാരണം വിചാരണ കോടതി ഇതിലെ പ്രൈം കോൺസ്പിറേറ്റർ എന്ന് കുറ്റപത്രത്തിൽ സൂചിപ്പിച്ചിരുന്ന നടൻ ദിലീപിനെ ഒഴിവാക്കിയിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു പൊസിഷനിലേക്ക്, അങ്ങനെ ഒരു ക്രിമിനൽ ഗൂഢാലോചനയുടെ കേന്ദ്രബിന്ദുവായി പൾസർ സുനിയെ കോടതിയിൽ അവതരിപ്പിക്കുന്നതും നമ്മൾ കണ്ടു. അപ്പോൾ വിചാരണ കോടതിക്ക് മുൻപാകെ പ്രോസിക്യൂഷൻ അതിനോടുള്ള ഒരു വിയോജിപ്പുണ്ടാകും. അതാണ് ഈ പ്രതികരണങ്ങളിലൂടെ പുറത്തു വന്നത്. പക്ഷേ അങ്ങനെയൊക്കെ പറയുമ്പോഴും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ജുഡീഷ്യൽ റിവ്യൂ നടത്തി വിചാരണ കോടതി പുറപ്പെടുവിച്ച ഒരു ഉത്തരവാണ്. ആ ഉത്തരവിനോട് യോജിപ്പോ വിയോജിപ്പോ ഒക്കെ പലർക്കും ഉണ്ടാകും. പക്ഷേ അപ്പോഴും അതൊരു ജഡ്ജ്മെന്റാണ്. ആ ജഡ്ജ്മെന്റിനെ മറികടക്കണമെങ്കിൽ മറ്റൊരു ജഡ്ജ്മെന്റ്, അതിന് മേൽക്കോടതി നൽകുന്ന ജഡ്ജ്മെന്റ് കൊണ്ട് മാത്രമേ കഴിയൂ. അതിനപ്പുറത്തേക്കുള്ള ചർച്ചകളിലൂടെ എന്തെങ്കിലും സംഭവിക്കുന്ന ഒന്നല്ല. അതാണ് കോടതി സൂചിപ്പിച്ചത്. നിങ്ങൾ ഈ ഉത്തരവിന്റെ പൂർണ്ണരൂപം പുറത്തു വരുമ്പോൾ അത് പരിശോധിച്ചിട്ട് കമന്റ് ചെയ്യൂ എന്നാണ് വിചാരണ കോടതി ജഡ്ജി സൂചിപ്പിക്കുകയും ചെയ്തത്. അതല്ലാതെ നടത്തുന്ന പരാമർശങ്ങളിലാണ് കോടതി കടുത്ത അതൃപ്തിയും വിയോജിപ്പും അറിയിച്ചത്. തുടക്കത്തിൽ മാത്രമല്ല, പിന്നീട് പല ഘട്ടങ്ങളിലും കോടതി ഇത്തരം മാധ്യമ ചർച്ചകളിലും സമൂഹ മാധ്യമ ചർച്ചകളിലും അഭിഭാഷകരുടെ പ്രതികരണങ്ങളിലും ഒക്കെയുള്ള വിയോജിപ്പ്, അത് ഏതെങ്കിലും ഒരു കേന്ദ്രത്തിൽ നിന്ന് മാത്രമല്ല, അതിപ്പോൾ അഭിഭാഷകർ ഉൾപ്പെടെയുള്ളവർ ഇത്തരം ചർച്ചകളിൽ സജീവമായി പങ്കെടുക്കുകയും അവരുടെ അഭിപ്രായം പറയുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതുൾപ്പെടെ കോടതി ചൂണ്ടിക്കാട്ടിട്ടുണ്ട്. മാധ്യമപ്രവർത്തകരോടും അഭിഭാഷകരോടും ഒക്കെയാണ് കോടതി ആ ഒരു മുന്നറിയിപ്പ് സ്വഭാവത്തിലുള്ള ചില പരാമർശങ്ങൾ കോടതി മുറിയിൽ നടത്തുകയും ചെയ്തത്. അതൊക്കെ ഒരു ഭാഗത്ത് നിൽക്കുന്നുണ്ട്. അപ്പോഴും ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഈ വരാൻ പോകുന്ന ജഡ്ജ്മെന്റിൽ പ്രതികളെ കുറ്റവിമുക്തരാക്കുന്നതിന് കോടതി സ്വീകരിച്ച ലീഗൽ ഗ്രൗണ്ട് എന്തൊക്കെയാണ്, നിയമ പശ്ചാത്തലം എന്തൊക്കെയാണ് എന്നതാണ് അറിയേണ്ടത്. ഒരുപക്ഷെ നമ്മളെക്കാൾ അത് പ്രോസിക്യൂഷൻ അത് അങ്ങേയറ്റ ആകാംക്ഷയോടെ കാത്തു നിൽക്കുന്നുണ്ടാകും അതിൻ്റെ ഉള്ളടക്കം എന്താണെന്നറിയാൻ. കാരണം അത് വന്ന ശേഷമായിരിക്കും പ്രോസിക്യൂഷനെ സംബന്ധിച്ചിടത്തോളം മേൽക്കോടതിയിലൊക്കെ പോകുന്നതിൽ ഒരു ഗ്രൗണ്ട് ഉണ്ടാവുക. തന്നെയുമല്ല, ഇതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടു എന്നതടക്കം ചില രാഷ്ട്രീയ വിമർശനങ്ങൾ ചില കേന്ദ്രങ്ങൾ ഉയർത്തുകയും ചെയ്തിട്ടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.